നമസ്കാരം സർ. നമസ്കാരം സർ, ഈ CPM എന്ന പാർട്ടിക്ക് ഇപ്പോൾ അവരുടെ ദേശീയ അംഗീകാരം നഷ്ടമാകാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. ഈ കരുവന്നൂർ ബാങ്കിൻ്റെ വൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. സർ, എൻ്റെ ചോദ്യം, CPMന് ഒരു ലീഡർ അതായത് പിണറായിക്ക് ശേഷം അല്ലെങ്കിൽ CPMന് ഇനി ഒരു ലീഡർ ലഭ്യമല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്കാണോ പോകുന്നത്? CPMന്റെ മുൻകാല ചരിത്രം പല സെക്രട്ടറിമാരെയും വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്ത്, എസ് എ ഡാംഗെ, സാറ് പറഞ്ഞ പോലെ ജ്യോതി ബാസു, അപ്പോൾ അവർക്കൊക്കെ ശേഷം പിണറായി വന്നു. പിണറായിക്ക് ശേഷം ഈ പാർട്ടിയെ ആരും നയിക്കാനില്ല എന്ന രീതിയിലേക്ക് പോവുകയാണോ? ഒന്ന് പറയാമോ സാർ? അതിന് സംശയമില്ല. ബിക്കോസ് ഞാനിപ്പോ ഒരു CPM, നമുക്കറിയാലോ ഒറിജിനൽ CPM ഉണ്ടായിരുന്നില്ല, അന്ന് CPI ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് വളരെ വലിയ വലിയ നേതാക്കന്മാരായിരുന്നു ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ആന്ധ്ര, തെലങ്കാന, അന്നത്തെ ആന്ധ്രയായിരുന്നു, തെലങ്കാന ഉണ്ടായിരുന്നില്ല, ആന്ധ്രയിൽ നിന്നുള്ള കുറെ നേതാക്കന്മാരായിരുന്നു അതിൽ വലിയ ആൾക്കാർ. അതേമാതിരി ബംഗാൾ എന്നുള്ള ഘടകത്തിലുള്ള ആൾക്കാർ നേതാക്കന്മാർ. ശരിയാണ്, EMS ആണ് ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി, എലക്ടഡ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ EMS ആയിരുന്നു, സംശയമില്ല. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് കുറെ കാലമായിട്ട്, എസ്പെഷ്യലി കേരളത്തിൽ, നമുക്കറിയാം വെസ്റ്റ് ബംഗാളിൽ എന്താ നടന്നതെന്ന് അറിയാം, നമുക്ക് ത്രിപുരയിൽ എന്താ നടന്നതെന്ന്. മാണിക് സർക്കാരിന്റെ മാതിരി ഒരു എത്ര കാലം ഭരിച്ചൊരു മുഖ്യമന്ത്രി അടിച്ചു മാറ്റി. ജ്യോതി ബോസ് കഴിഞ്ഞ് ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. അവിടെ മമതാ ബാനർജി വന്ന് കംപ്ലീറ്റ് ആയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ വൈപ്പ് ഔട്ട് ചെയ്തു. കേരളത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ അടിയാണ്, UDF എന്ന് LDF എന്ന് പറഞ്ഞു. പക്ഷെ വെസ്റ്റ് ബംഗാൾ രണ്ടുപേരും കൊടി പിടിച്ച് നടക്കുന്നത്, തോളിട്ട്. ഇതാണ് നമ്മൾ കാണുന്നത്. CPM ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയും. ദാറ്റ് ഈസ്, ഇവർക്ക് ഇനി അടുത്ത 20 കൊല്ലം കഴിഞ്ഞ CPMനെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കേണ്ട വരുമോ എന്നൊരു സംശയമുണ്ട്. കുട്ടികൾക്കൊക്കെ പഠിക്കാം ഇതായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു. നമ്മൾ CPM പറ്റി പറയുന്നു, ഇവർ കളിയാക്കി CPM പറ്റി പറയും, നിങ്ങളവിടെ നിങ്ങൾക്കൊരു പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല ഞങ്ങളുടെ സപ്പോർട്ടിൽ. ആന്ധ്രയിൽ നിന്ന് ജയിച്ചു വന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു സമയത്ത് 6 തൊട്ട് 8 സീറ്റ് അസംബ്ലിയിൽ ജയിച്ചു വന്ന ആൾക്കാർക്ക് ഇന്ന് ഒരു സീറ്റ് ജയിക്കാൻ കോൺഗ്രസിന്റെ സഹായം തേടേണ്ടി വന്നു. കേരളത്തിലെ കാര്യം നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടു, EMS വെച്ച് തുടങ്ങി, ഈ പറഞ്ഞ VS അച്യുതാനന്ദൻ വന്ന്, അത് കഴിഞ്ഞ് പിണറായി ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം, പിണറായി ആണോ ശരിക്കും CPMന് വല്ല സെക്രട്ടറിയുടെ ആവശ്യമുണ്ടോ, പോളിറ്റ് ബ്യൂറോയുടെ ആവശ്യമുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ മാതിരി പണ്ട് തൊട്ട് തന്നെ CPI തൊട്ട് നോക്കുകയാണെങ്കിൽ എസ് എ ദാംഗെ തൊട്ട് ഈ പറഞ്ഞ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ സമയത്തായിരുന്നു CPM ശരിക്ക് ഒരു വലിയൊരു നിലയിലേക്ക് എത്തിയത്. ബംഗാൾ ഘടകം, ത്രിപുര, കേരളം, 3 നല്ല സ്ട്രോങ് ആയിട്ടുള്ള റീജിയണൽ പാർട്ടീസ് ആയിരുന്നു, റീജിയണൽ ഫോഴ്സസ് ആയിരുന്നു CPM. പക്ഷെ നമ്മൾ അവിടുത്തെ കണ്ടു, ഈ പറഞ്ഞ മാതിരി ത്രിപുര കംപ്ലീറ്റ് BJP അടിച്ചുകൊണ്ട് പോയി. തൃണമൂൽ കോൺഗ്രസ് ഇവരെ അടിച്ചുവാരി കൂട്ടിലിട്ടു, അവിടെ കൽക്കത്തയിലും വെസ്റ്റ് ബംഗാളിലും. അതേസമയത്ത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളം മാത്രമേ ഇപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റാൻഡ് CPMന്റെ. വേറെ എവിടെയും എനിക്കത് ലോകത്ത് തന്നെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളം എന്നാണ് ആൾക്കാർ പറയാത്തത്. ബിക്കോസ് നമ്മള് കിം ജോങ് ഉന്നിന്റെ നോർത്ത് കൊറിയ അതിൽ കണക്കിലെടുക്കാൻ പറ്റില്ല. അതേസമയത്ത് നമുക്ക് ചൈന എടുക്കാൻ പറ്റില്ല. ചൈന US-നെക്കാട്ടും വലിയ ക്യാപിറ്റലിസ്റ്റ് ആയി മാറി. ബൂർഷുവാണ് ചൈന. ബൂർഷ മുതലാളികളാണ് ചൈനക്കാർ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പറഞ്ഞ കേരളത്തിലെ ഒരു പോളിറ്റിക്സ് നമ്മൾ കണ്ടു. നിലമ്പൂർ ബൈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള അടി, കോൺഗ്രസ് അവരുടെ കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, അവരവരുടെ ഈ പറഞ്ഞ പ്രചാരമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. CPM ഇപ്പോഴും ഇരട്ട് തപ്പാണ്. അവർ ആരാണ് കാൻഡിഡേറ്റ് ആക്കേണ്ടത്, അവർക്ക് ആരൊക്കെയാണ് അവിടെ ഒരു നോമിനേഷൻ ഫോം കൊടുക്കേണ്ടത് എന്നുള്ളത് വേണ്ടിയിട്ട്. എന്താണ് ഇതിന്റെ കാരണം? എത്ര പവർഫുൾ ആയിട്ടുള്ള പാർട്ടിക്ക്, എത്ര പിണറായിമാരി സ്ട്രോങ് ആയിട്ട് ഈ പറഞ്ഞ ഒരു ഡിക്റ്റേറ്റർമാരുള്ള ആളുണ്ടായിട്ടും എന്താണ് CPMന് അവിടെ ഒരു ലീഡറിനെ അനൗൺസ് ചെയ്യാൻ, ഒരു കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു? അവർക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? അതേസമയത്ത് സാറേ, ഇതൊരു ഇന്റർണൽ പോളിറ്റിക്സ് ഉണ്ട്. CPMൽ എപ്പോഴും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല CPM, കോൺഗ്രസിന്റെ മാതിരി. അവിടെ നെഹ്റു കുടുംബമാണ്, തുടക്കം തൊട്ട് തന്നെ നെഹ്റു കുടുംബമാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നടുക്ക് സഞ്ജയ് ഗാന്ധി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അതിന് മുമ്പ്, ഇത് കഴിഞ്ഞ റെഹാൻ വാദ്ര, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അങ്ങനെ ഒരു ലീഡർഷിപ്പ് നമുക്ക് ആരാക്കി തോന്നില്ല. ഒരു നേതാവ് കഴിഞ്ഞ് പിന്നൊരു നേതാവായിട്ട് CPMന്റെ വലിയ ആൾക്കാർക്കായിരുന്നു. കോടിയേരി മക്കളും എവിടെ എത്തിയിട്ടില്ല. കോടിയേരി മക്കൾ, കോടിയേരി ബാലകൃഷ്ണ മക്കളൊന്നും പൊളിറ്റിക്സിൽ അത്ര ആക്റ്റീവ് അല്ല.
ഇവിടെ ഒരാൾ മാത്രം ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ അദ്ദേഹം ഇപ്പൊ കാണാനില്ല അദ്ദേഹത്തെ. അതെ അതേ സമയത്ത് നമുക്ക് VS അച്യുതാനന്ദന്റെ മക്കളെ കാണാനുണ്ടോ? അവരെയും കാണാൻ പറ്റില്ല. പക്ഷെ പിണറായി ഒരു കൾട്ട് കൊണ്ടിരുന്നു. ഏതാ? എന്റെ സണ്ണിൻലോനെ കയറ്റി ഞാൻ അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കും, അദ്ദേഹം ഒരു ഡിഫാക്ടോ ചീഫ് മിനിസ്റ്റർ ആണെന്ന് പറയും. ശരിയാണ്, ഇംഗ്ലീഷ് വാക്കാണ് ഡിഫാക്ടോ ചീഫ് മിനിസ്റ്റർ. അപ്പൊ പിണറായി അവിടെ ഉണ്ട്, പക്ഷെ പിണറായി കൊണ്ട് എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കണമെങ്കിൽ റിയാസിനെ പിടിച്ചു കഴിഞ്ഞാൽ പണി നടക്കും. അതാണ് അതിന്റെ ഒരു പൊളിറ്റിക്സ്. ഞങ്ങളിപ്പോ ഈ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇതാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സാധാരണമായിട്ടുള്ള ആൾക്കാർക്ക് നാട്ടിലെ ലോക്കൽ പൊളിറ്റിക്സ് മനസ്സിലാവും, പക്ഷെ അന്യനാട്ടില് ഹൈദരാബാദുമായി സ്ഥലത്തിരിക്കുന്ന ആൾക്കാർക്ക് കാണുന്ന കേരളത്തിലെ പൊളിറ്റിക്സ് ഇതാണ്. ഇപ്പൊ നമ്മുടെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ, ന്യൂസ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ന്യൂസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നമ്മുടെ ന്യൂസിൽ ഒരു 10-20 മിനിറ്റ് അതിലുള്ളത് കൊലപാതകം, ബലാത്സംഗം, പിന്നെ പൊളിറ്റിക്സ്. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല അതിൽ ഇതാണ് ഇവര് തമ്മിൽ അടി, അവര് തമ്മിൽ അടി. ഇന്നലെ രാത്രി ഞാൻ ന്യൂസ് കണ്ടപ്പോ ആദ്യത്തെ ഒരു 10 മിനിറ്റ് പറയുന്നില്ല ഏത് ചാനലാണ്, അത് വെറും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ പറ്റിയായിരുന്നു. നിലമ്പൂരിൽ എന്ത് നടക്കുന്നു, നിലമ്പൂരിലെ സ്ഥാനാർത്ഥി വന്ന് ഒരാൾ പോയി അദ്ദേഹത്തിന്റെ അച്ഛന്റെ കവറിൽ പോയി കരച്ചിൽ തുടങ്ങി, പിന്നെ ഒരാൾ വേറെ അവിടെ പോയി പാർട്ടി ഓഫീസിൽ പോയി കൊടി ഉയർത്തി. ഇതൊക്കെയാണ് അവിടുത്തെ പൊളിറ്റിക്സ്. കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് ഈ CPM ഒരു നിൽക്കാൻ പറ്റുന്ന കാരണം ഇതാണ്. ബിക്കോസ് അവിടെ ഒരു പ്രൊഫഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനാണ്. വേറെ നല്ല ജോലിയൊന്നും അവിടെ കിട്ടില്ലെങ്കിലും പൊളിറ്റിക്സ് കിട്ടും. അതിലാണ് ഈ CPM പിടിച്ചു കയറുന്നത്. അതാണ് നമ്മൾ ഈ കണ്ടിപ്പോ ഈ ബാലഗോപാലായാലും ഈ പറഞ്ഞ മാതിരി ഗോവിന്ദ മാഷായാലും ഇവരാരായാലും ഇവർക്ക് പിണറായിയെ ചാലഞ്ച് ചെയ്യാൻ പറ്റാത്ത കാരണം പിണറായിയുടെ ആൾക്കാരെ കൊണ്ടുനിർത്തിയിട്ടുണ്ട്, വേണ്ട സ്ഥലത്ത് കൊണ്ടുനിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കടക്കട പുറത്തെന്ന് പറയുന്ന കേസാണ്. അതാണ് പിണറായി ചെയ്യുന്നത്. പറയാനൊക്കെ ഡെമോക്രസി, ഇന്നർ പാർട്ടി ഡെമോക്രസി, അത് ഇതെന്നൊക്കെ പറയും, പക്ഷെ ശരിക്കും നടക്കുന്നത് ഇതാണ്. പിണറായിക്ക് പറ്റി ഈ പറഞ്ഞ മാതിരി ഇനി അദ്ദേഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അങ്ങേരെ സണ്ണിൻലോനെ പിടിച്ചാക്കി അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആഭ്യന്തരമന്ത്രിയാക്കി കയറ്റിയിരുത്തണം എന്നാണ്. പക്ഷെ ഒരു ഈ പറഞ്ഞ മാതിരി അടുത്ത ഇലക്ഷൻ ജയിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിലമ്പൂർ തന്നെ കണ്ടറിയണം. ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി ഒരു അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആരായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേണം. ഇപ്പൊ ഞാൻ പണ്ട് പറയാൻ നമ്മൾ റെഗുലർ ആയിട്ട് CPMന്റെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ ചേർന്നു നമ്മൾ കേട്ടിട്ടിരുന്നു പണ്ട്. സീതാറാം യെച്ചൂരി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രകാശ് കാരാട്ടും ഈവൻ ഹർകിഷൻ സിംഗ് സുർജീത്തുള്ള സമയത്ത് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ. ഇപ്പൊ സാർ എപ്പോഴെങ്കിലും അടുത്തൊരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോന്റെ മീറ്റിംഗ് നടന്ന് കേട്ടിട്ടുണ്ട്? എനിക്ക് സംശയം തന്നെ ഉണ്ട്. ആ AK ഗോപാലൻ ഭവൻ അവിടെ ഡൽഹിയിലുള്ള CPMന്റെ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ ആരെങ്കിലും ഉണ്ടോന്നുള്ള സംശയം. ലൈറ്റും ഫാനും ഓഫ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ വാതിലടച്ച് പൂട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് സംശയമുണ്ട്. ആ സ്റ്റേറ്റിലേക്ക് എത്തി പാർട്ടി. ഒരു സ്ഥലത്ത് അവർക്ക് കാൻഡിഡേറ്റ്സ് നിർത്താൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ അവിടുത്തെ 2 സീറ്റ് അല്ലെങ്കിൽ 3 സീറ്റ്, ആന്ധ്രയിൽ കോൺഗ്രസ് കൊടുത്ത 1 സീറ്റ്, ഇതൊക്കെയാണ് ഇവർ ജയിച്ചു വരുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രമേ ഇവർക്കൊരു പ്രസക്തി. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി പിണറായി ആയിട്ട് അതുകൊണ്ട് തൊലയ്ക്കോ എന്നുള്ള സംശയം എനിക്ക് തന്നെ ഉണ്ട്. ബിക്കോസ് വേറെ ഒന്നല്ല, ഒരു അബ്സല്യൂട്ട് ഡിക്റ്റേറ്റർഷിപ്പ് ആവുമ്പോൾ വേറെ ആരെയും അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. മൈക്ക് കേടായ ആൾക്ക് ദേഷ്യം വരും. വേറെ എന്തെങ്കിലും നടന്ന പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയക്കാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആൾക്ക് ചൂടാവുക. സംശയമില്ല, അതൊരു ഡിക്റ്റേറ്ററുടെ സൈനാണത്. കിം ജോങ് ഉന്റെ ബോഡി ലാംഗ്വേജ് നോക്കും, അതേ ബോഡി ലാംഗ്വേജ് ആണ് നമുക്ക് പിണറായി വിജയനിൽ കാണുന്നത്. അവിടെ പിന്നെ ഈ പറഞ്ഞ മാതിരി അദ്ദേഹം വേറൊന്നും പറയില്ല, എടുത്തിട്ട് തോക്കെടുത്ത് ഒരൊറ്റ ആളെ അടിയണം മറ്റേ അപ്പോണന്റ്. അവിടെ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ പൊളിറ്റിക്കലി ആളെ ഫിനിഷ് ചെയ്യും. നമ്മൾ കുറെ പേരുണ്ട് പാർട്ടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും ഈവൻ കണ്ണൂരുള്ള നേതാക്കന്മാരെയൊക്കെ പിണറായി കംപ്ലീറ്റ് ആയിട്ട് അടിച്ചൊതുക്കി. തീർന്നു. ഒരു സമയത്ത് P ജയരാജനൊക്കെ വലിയ ആൾക്കാരായിരുന്നു പാർട്ടിയിൽ. പക്ഷെ നോക്കും, ഇപ്പൊ അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അവർക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എത്ര നേതാക്കന്മാര് ഈ പറഞ്ഞ മാതിരി പണ്ടുള്ള നേതാക്കന്മാര് 10 കൊല്ലം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശൈലജ ടീച്ചറെ മാറ്റി സൈഡിലിരുത്തി എല്ലാവരും. പിണറായിക്ക് പേടി എന്താണെന്നാൽ രാഹുൽ ഗാന്ധി മാതിരിയാണ് പിണറായിയുടെ കേസ്. പിണറായിക്ക് പേടുന്ന ഇന്നേക്കാട്ടും സ്മാർട്ടായിട്ടുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്റെ കസേരയിൽ കയറിയിരിക്കും. അത് നടക്കാൻ, അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രോബ്ലം. അതാണ് രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ ശശി തരൂറിന് ഇഷ്ടമില്ലാത്തത്. അദ്ദേഹത്തെക്കാട്ടും സ്മാർട്ടായിട്ടുള്ള ആളാണ് ശശി തരൂർ. അപ്പൊ പേടിയാണ് ആൾ. എന്നെക്കാട്ടും സ്മാർട്ടായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. അതാണ് സാറെ പ്രോബ്ലം. നമ്മുടെ സംസാരത്തിന്റെ ഒരു കൺക്ലൂഷൻ സാർ, നമ്മുടെ ഒരു സംശയം, സമൂഹത്തിന് ഉണ്ടാകുന്ന ഒരു സംശയം, ഈ പിണറായി വിജയൻ എന്ന നേതാവിന് ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ പിണറായിയിൽ തുടങ്ങിയ ഒരു പാർട്ടി, പിണറായി എന്ന വ്യക്തിയിൽ കേരളത്തിൽ സാറ് പറഞ്ഞതുപോലെ മീശത്തിൽ വെക്കേണ്ട
ഒരു പാർട്ടിയായി തീരുമോ? കുട്ടികൾ വന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, നമ്മുടെ വരും തലമുറയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് പോകുമോ സാർ? അതല്ലേ സാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം തന്നെ പറയുന്നത്? അത് റൊമേനിയയിൽ നോക്കി നമ്മൾ ചെക്കോസ്ലോവാക്യയിലേക്ക് വന്നു കഴിഞ്ഞ ജോസഫ് ടീറ്റോമാരുള്ള ആൾക്കാർ, നിക്കോളായ് കൊച്ചസ്കുമാരുള്ള ആൾക്കാർ, ഇവരൊക്കെ അവിടെ പോയി. ഇന്ന് ഞാൻ പറയണെങ്കിൽ ചൈന ഒരു ക്യാപിറ്റലിസ്റ്റ് ആണ്, US-നെക്കാട്ടും വലിയ ക്യാപിറ്റലിസ്റ്റ് ആണ്. ചൈനയെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റെപ്ലിക്കബിൾ മോഡൽ എവിടെയുള്ളത്? ക്യൂബയിൽ ഇപ്പൊ ആരുണ്ട്? ക്യൂബയിൽ ചിലപ്പോൾ കറണ്ട് തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു പരിസ്ഥിതിയാണ് ക്യൂബയുടെ. പക്ഷെ ഇപ്പോഴും നമ്മൾ വലിയ ക്യൂബ സിന്ദാബാദ് വിളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു ഫെയിൽഡ് മോഡൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. കേരളം തന്നെ ഒരു ഫെയിൽഡ് മോഡലാണ്. ബിക്കോസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി അവിടെ ഇല്ല. അതാണ് അന്യനാട്ടിൽ വന്ന് മലയാളികൾ ജോലി എടുക്കുന്നത്. പിണറായി പറഞ്ഞ മാതിരി ഈ പാർട്ടിയും കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ മുങ്ങിയാലും കുഴപ്പമില്ല, ഇവരെല്ലാം കൊണ്ട് ഞാൻ മുങ്ങുന്നതാണ് കേസാണ്. അതായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നടക്കാൻ പോകുന്ന കേരളത്തിൽ വലിയൊരു അടി. പക്ഷെ അതിന് പ്രോബ്ലം എന്താണെന്ന് സാർ, ഇത് അവിടെയുള്ള കോൺഗ്രസ്സുകാർ 10 വയസ്സിൽ കൊള്ളില്ല. അതാ പ്രോബ്ലം. അവർ തമ്മിലുള്ള അടി കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. ഒരു സൈഡിൽ മുസ്ലിം ലീഗ് അവരുടെ കാര്യം നടത്തുന്നു, മറ്റേ സൈഡ് അവർക്ക് തോന്നിയ മാതിരി കാര്യങ്ങൾ അവർ ചെയ്യും. കോൺഗ്രസ്സുകാർക്ക് ഈ പറഞ്ഞ മാതിരി ഇവർ തമ്മിൽ നേതാക്കന്മാർ തമ്മിൽ അടി കഴിഞ്ഞിട്ടുള്ള സമയം അവർക്കില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അവസാനം നോക്കുമ്പോൾ തോന്നുന്നു, ഓശോ ഇതൊക്കെ ഇതിനേക്കാളും നല്ല പിണറായി ആയിരുന്നുള്ളൂ, മറ്റേ അവിടെ പോയി വോട്ടിടുമാണ്. ഇംഗ്ലീഷിൽ പറയും ലെസർ ഓഫ് ദ ടു ഈവിൽസ് എന്ന് പറയും. അതാണ് അവിടുത്തെ കേസ്. ഏതായാലും സാർ വിഷയം കുറച്ചുകൂടെ സംസാരിച്ച് പോകേണ്ടതാണ്. എന്നാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു 3 നേതാക്കൾ, അതായത് ബാലഗോപാൽ, രാജീവ്, MP രാജേഷ്, ഇവർ 3 പേർ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്ന് കരുതി പിണറായി വിജയൻ എന്ന നേതാവിന് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഇതുവരെയുള്ള ആ പാർട്ടിയുടെ കാലാവസ്ഥ നോക്കുമ്പോൾ അറിയാം, അല്ലേ സാർ? കറക്റ്റ്. അതാണ് അവരുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് വരുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ പണ്ട് മുഗൾ സാമ്രാജ്യത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. മക്കളും അച്ഛനെ കൊന്നു, മകൻ തന്നെ അനിയനെ കൊന്നു. ഇതങ്ങനത്തെ കേസാണത്. ആരും വന്ന് വരാൻ പാടില്ല, എനിക്കൊരു ത്രെറ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ പണ്ടത്തെ മുഗൾ സാമ്രാജ്യം പോയി, പക്ഷെ ഇപ്പൊ പിണറായി ഉണ്ടെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഏതായാലും കഴിയാറായി, അല്ല സാർ? ഏതായാലും കഴിയാറായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ കഴിയാറാവുമ്പോ അവര് എതിരാളി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണന്റ് വേണം. അവിടെയാണ് കേരളത്തിൽ ട്രാജഡി. BJP പച്ചടിച്ച് വരുന്നേ ഉള്ളൂ, എതിരാളി ഇല്ല. കോൺഗ്രസ് ആണെങ്കിൽ അടിപിടി അവർ തമ്മിൽ. മുസ്ലിം ലീഗ് അവരുടെ കാര്യത്തിൽ പോകും. ഈ പറഞ്ഞ മാതിരി ഈ നാട്ടിലെ റീജിയണൽ പൊളിറ്റിക്സ് വെച്ച് കളിച്ച കളിയിൽ CPM-ന് അതൊരു അഡ്വാൻറ്റേജ് ആയി മാറുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് തെലങ്കാന കണ്ടു. തെലങ്കാനയിലെ BJP-ക്ക് 8 ലോക്സഭാ സീറ്റാണുള്ളത്. ആലോചിച്ചു, 8 ലോക്സഭാ സീറ്റ് ഉണ്ട് അവരൊക്കെ. എങ്ങനെ പിടിച്ചു കിട്ടിയ 17-ൽ 8 അവർ കൊണ്ടുപോയി. അതെന്താ കേരളത്തിൽ നടക്കാത്തത്? ഇതാണ് ചോദിക്കേണ്ടത്. അപ്പൊ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ മാതിരി കോൺഗ്രസ് ഇല്ലെങ്കിൽ BJP ഇങ്ങനെ പച്ച പിടിക്കണം. പക്ഷെ ഈ പറഞ്ഞ മാതിരി രാജീവ് ചന്ദ്രശേഖരൊക്കെ ട്രൈ നോക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ സമയം എടുക്കും. രാത്രിക്ക് രാത്രി ഒന്നും ആവാൻ പോകുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഏതായാലും സാർ അടുത്ത വരുന്ന ഒരു 5 വർഷത്തിന് ശേഷം കേരളത്തിൽ BJP ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 10 സീറ്റെങ്കിലും എത്തും എന്നും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്കൊക്കെ കരുതിക്കൂടെ? സയന്റിഫിക് ആയിട്ട് വർക്ക് ചെയ്താൽ പറ്റും. തെലങ്കാനയിൽ BJP-ക്ക് 1 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ കുറെ കാലമായിട്ട്. രാജാ സിംഗിന്റെ ഒരു സീറ്റ് ഗോഷാമായിരുന്നു ഹൈദരാബാദ്. ഇന്ന് BJP-യുടെ 8 ലോക്സഭയും 8 അസംബ്ലി സീറ്റും എങ്ങനെ വന്നു? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവരൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്തു. അതാണ്ടായത്. ഒന്ന് ഇടപെടുകയാണ് സാർ, സമയപരിധിയാണ് വിഷയം. ഏതായാലും സാർ, പിണറായി വിജയൻ എന്ന നേതാവ് അദ്ദേഹം ഭയക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഇനി ആരെ കൊണ്ടുവരും എന്നുകൂടെ പറയാമോ സാർ? ഏതോ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. റിയാസ് വേറെ ആരാ? പിൻഗാമിയായിട്ട് വേറെ ആരും ഞാൻ കാണുന്നില്ല. ഇതൊരു ഫാമിലി കൺസേൺ ആയി മാറി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി. അതാണ് ഉണ്ടായിരിക്കുന്നത് CPM കേരളത്തിൽ. CPM ബംഗാൾ ഘടകം ഇല്ല. അപ്പൊ ഇപ്പോൾ ഉള്ളത് ആകെ CPM കേരള എന്ന് വേണേൽ പേര് മാറ്റാട്ടോ വരിക. ഞാൻ പറയണെങ്കിൽ അത് ചെയ്യേണ്ടത് വരും. CPM കേരള എന്നാക്കി മാറ്റി പിന്നെ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി കഴിഞ്ഞാൽ പിണറായി കഴിഞ്ഞാൽ റിയാസ് കഴിഞ്ഞാൽ പിന്നെ വേറെ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ട്, അവരെ കൊണ്ട് നടക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഈ പറഞ്ഞ കാഡർ ബേസ് പാർട്ടി അല്ല സാർ. ഓക്കെ സാർ, താങ്ക് യു. ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും എന്താണ് CPM-ലെ നിലവിലുള്ള സാഹചര്യം എന്ന്, അതായത് ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാതെ പാർട്ടി വിഷമിക്കുന്ന അവസ്ഥയിലാണ് എന്ന് സമൂഹം മനസ്സിലാക്കുന്നു, അല്ലേ സാർ? ശരിയാണ്, അതിന് സംശയമില്ല. താങ്ക് യു സാർ, താങ്ക് യു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.